ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. സംഭവം അത് തന്നെയാണ്. ഒരു ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ആണിത്. അതായത് പോയത് ഞാൻ ആ കോവിഡ് സമയത്തൊക്കെ വീട്ടില് പിള്ളേരുടെയൊക്കെ ടെമ്പറേച്ചറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് ഓൺലൈനിൽ. അന്ന് എൻ്റെ 1000 രൂപ ഇതിനായിരുന്നു. 2-3 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ സെൻസറൊക്കെ കംപ്ലൈന്റ് ആയി. അപ്പൊ ഇത് കളയുന്നതിന് പകരം ഇതിന്റെ ഹാൻഡിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ ഒരു ഐഡിയ വന്നത്. ഇതൊരു അടിപൊളി എഗ് ബീറ്റർ ആണ്. അതായത് ഈ ഹാൻഡിൽ ഇത് മൊത്തം അഴിച്ചെടുത്തിട്ട് ഇതിന്റെ അകത്തെ സെൻസർ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അകത്തൊരു മോട്ടർ, നല്ലൊരു DC മോട്ടർ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ അകത്തൊരു DC പോർട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ സ്വിച്ചൊക്കെ കുറച്ച് ഓൾട്ടർ ചെയ്തിട്ട് ഈ മോട്ടർ കറങ്ങുന്ന രീതിയിലേക്ക് ആക്കി. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രോബ്, ഒരു മെറ്റൽ വയർ, തുരുമ്പെടുക്കാത്ത വയർ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു പ്രോബ് പോലെ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ല അടിപൊളി വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല ഹെവി ക്വാളിറ്റി ആണ് കേട്ടോ. നമുക്ക് ഒരു 4 മുട്ട ബീറ്റ് ചെയ്ത് നോക്കാം. സവോള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു DC അഡാപ്റ്റർ ആണ് കേട്ടോ. 12 വോൾട്ട് DC അഡാപ്റ്റർ. ഇതൊന്ന് 200 രൂപ താഴെ ഉള്ളൂ കേട്ടോ ഇതിന്റെ വില. ഇതിപ്പോൾ പല പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചേക്കുന്ന കുറച്ചധികം സാധനങ്ങളുണ്ട് 12 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്ന. അതെല്ലാം കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചാണ്. സ്വിച്ച് ഓൺ ചെയ്യുക. ഉണ്ട്, ഇങ്ങനെയാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. ഈ സ്വിച്ചുകളൊന്നും ഫംഗ്ഷനിങ് ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഹോൾസ് വരും ഈ സ്വിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് റിമൂവ് ചെയ്യാതെ വെച്ചേക്കുന്നതാണേ. നല്ല പവറുള്ള മോട്ടറാണ് കേട്ടോ. 12 വോൾട്ട് DC മോട്ടറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലോഡ് നമുക്കിങ്ങനെ ലോഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതായത് ഇപ്പം എഗ്ഗ് മാത്രമല്ല ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ ആട്ട കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ആ ദോശമാവ് കലക്കാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാം ധൈര്യമായിട്ടും. കാരണം ഇത് പിടിച്ചാലൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ട് പിടിച്ചേക്കും. എന്നിട്ട് ഇത് കറങ്ങുന്നുണ്ടോ, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മോര് കടയാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ മേക്കിങ്. ഇതിൻ്റെ എൻവലപ്പ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു DC മോട്ടർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കറണ്ട് കൊടുക്കാനുള്ള വയർ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഒരു അഡീഷണൽ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഈ തെർമോമീറ്ററിൻ്റെ സ്വിച്ച് ഒന്നും ഇതിന് വർക്കാക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എക്സ്ട്രാ ഒരു സ്വിച്ച് ഇതിൻ്റെ അകത്ത് ഓൾട്ടർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾക്കാണേലും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു PVC പൈപ്പിൻ്റെ അകത്ത് മോട്ടർ വെച്ചിട്ട് ഇതുപോലെ ഷാഫ്റ്റ് എല്ലാം ഉണ്ടാക്കി എടുത്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് പോയതാണോ?
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.